പേര് എന്നിട്ട് പേര് ദമയന്തി. ദമയന്തിയാ? ഞാനായിപ്പോ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ ചോദിച്ചോ. ഒന്നുമില്ല, അച്ഛൻ ചോദിച്ചു. ഞാനല്ല കെട്ടണം, നീയല്ല കെട്ടണേ. ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അടക്കം ഒതുക്കത്തിലാണ് ഞാൻ വളർത്തിക്കണേ. കുട്ടികളുടെ മുഖത്ത് നോക്കില്ല, അങ്ങോട്ട് തുറന്ന് സംസാരിക്കില്ല, നാണമേ. അല്ല, ഇനിയിപ്പോ കുട്ടി വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് അയക്കോടെ എന്തെങ്കിലും സംസാരിക്കേണ്ടത് സംസാരിച്ചോട്ടാ. അവൾക്ക് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ല അടക്കവും ഒതുക്കത്തോട് കൂടിയിട്ടാ ഞാനും വളർത്തിയിട്ടുള്ളത്. ഇപ്പൊ തന്നെ അവൾക്ക് ഇടുക്കിയിൽ അഡ്മിഷൻ കിട്ടി. അത് മെറിറ്റില് PGക്ക്. അത് വേണ്ടെന്ന് വെച്ചു. അതെന്തൊട്ട് പണിയാ കാട്ടിയേ? അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ എന്തിനാ ഇവിടെ പറയണല്ലേ? അല്ല, അത് പറയണം. ഈ അച്ചടക്കത്തിന്റെ കാര്യം പറയുമ്പോ നമ്മുടെ കുട്ടിയുടെ അച്ചടക്കത്തിനെ കുറിച്ച് പറയണമല്ലോ. ഞങ്ങൾ ഈ മോളെ അഡ്മിഷൻ ആക്കി ഇടുക്കിയിലെ കോളേജിൽ ചെന്നു. അവിടെ ചെന്നപ്പോ അവിടുത്തെ ആമ്പിള്ളേരുടെയൊക്കെ രീതിയും പെരുമാറ്റവും ഒന്നും അളിയനൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ കൊച്ചിനെ അവിടെ പഠിക്കേണ്ടതെന്ന് വെച്ച് തിരിച്ചു നേരെ പോകുന്നു. അതല്ലല്ലോ കാരണം. എന്താ വിഷയം? അതെല്ലായിടത്തിലും അങ്ങനെ തന്നെയല്ലേ. അതല്ല കാരണം. മുല്ലപ്പെരിയാറ് നിൽക്കുന്നത് തരണ മുകളിലാണ്. എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടി ഒലിച്ച് നേരെ അങ്ങോട്ട് വരും. ആദ്യം എഫക്ട് ചെയ്യാൻ ഇരിക്കില്ല. എന്തിനാ നമ്മുടെ കുട്ടീനെ ഉടക്കി പറഞ്ഞേക്കുന്നത്? അല്ല, അതും ഒരു വിഷയമാണ്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അങ്ങോട്ട് സംസാരിക്കാം. അത്യാവശ്യം വരുമാനമൊക്കെയുള്ള തറവാടാണ്. കാശിനും പണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ആണും പെണ്ണും കേട്ട ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അല്ല, ആണും പെണ്ണായിട്ട് എനിക്കൊരു ഒറ്റ ഒരുത്തനേ ഉള്ളൂ. ഇനിയിപ്പോ താല്പര്യമാണെങ്കിൽ നമുക്ക് ഇതങ്ങോട്ട് നടത്താം. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ആളിന്റെ ഡിമാൻഡും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒത്തു വന്നു. ഇഷ്ടായിന്ന്. അതിന് പേടിയായിരുന്നു, വണ്ടി ഓടിക്കുമോന്ന്. വണ്ടി ഓടിക്കാൻ പേടിയാണേ. പേടിക്കണേ. ബൈക്ക് ഓടിക്കില്ല, കാർ ഓടിക്കില്ല. ചെറുപ്പത്തിൽ ഓടിച്ചെന്നോ മറ്റേ ടയറിന്റെ അതും പേടിയാ. ഗൾഫിലൊക്കെ പോവാൻ ഓഫർ വന്നാണ്. അതെ, ഫ്ലൈറ്റ് കയറില്ല. അതന്നെ പോവരുത്. ഇവിടെ വന്നാ മതി. ജീവിക്കൊരു തൊഴിലല്ലേ വേണ്ടു. അച്ഛന്റെ കമ്പനി ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. കണ്ടടാ. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്ത് ബിസിനസ്സാണ്? ക്രാക്കേഴ്സ് ആണ്. ഐപ്സ് ക്രാക്കേഴ്സ്. ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാ പടക്ക കമ്പനിന്ന്. പടക്ക കമ്പനിയോ? അച്ഛൻ വർഷങ്ങളായിട്ട് നടത്തുന്നല്ലത്. അപ്പൊ അതൊന്നും അറിയില്ല. കഴിഞ്ഞ പറക്കോട്ടാവില് പൂരത്തിന് ഞങ്ങളല്ലേ വെടിക്കെട്ട്. വെടിമരുന്നോ?